തങ്ങൾ കൊണ്ടറിയിച്ചിടും. പണിയുണ്ടു നിർണയം ഇല്ലവനോളം ബലം മറ്റു കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും താലയോടാശു ചൊല്ലിയിടിനാൻ ബാലേടയാലൊരു ശങ്കയുണ്ടാകുല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ നീയൊരു കാര്യം ധരിക്കേ. സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനന മാനവൻ എങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാതഥ സത്യമായുള്ളതു കേട്ടാലെങ്കിലോ. നൂനമനാദ്യ വിദ്യാബന്ധഹേതുനാഥാനാമഹംകൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും സംസാരമോ രാഗരോഷാദി അറിഞ്ഞു വന്നെന്നോടും ചൊല്ലുകയും വേഗം അത്ര നാൾ പുരട്ടിങ്കൽ വസിക്കലും നിത്യസുഖത്തോടും ധാരാത്മജനിസമം യാത്രൻ തന്നോട് അടിമയും കൈക്കൊണ്ട് വേഗവും സൗമിത്രിയോട് സുജീവനും ചെന്നു ഗുരു അഭിഷേകമുണ്ട് വന്നു രാമാംബികയെ സ്മിത്രാത്മജനും സോദരനോടും ഭവനാഖ്യ ഭവശനാഖ്യ മനവാസാപ്തമായവൻ പ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിജാചരൻ കട്ടുകൊണ്ടാശുപോയിടിന. കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭാവനസ്ഥാന്തരെ ദേവവിദ്യൻ മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായാവിടംബനം നിർണയം. രാമസൗത്രികൾക്കുമ്പ് പൂര്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാനേവരും ഒന്നും പറഞ്ഞീരൊരുത്തനും. അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്ചത ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരൂപതെനിക്കെന്നൊരു കവി 30 ചാടാമെന്നെനിക്കെന്ന പേരനും അപ്പടി 40 മറ്റേവനും 50 60 70 80 ചാടാമെന്നെനിക്കെന്നൊരുവനും ശ്രീരാമകാര്യാർത്ഥം ആശു മരിച്ചവൻ